കുവൈറ്റിലെ ആദ്യ ഇന്ത്യൻ FM റേഡിയോ 98.4 FM പ്രക്ഷേപണം ആരംഭിച്ചു. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സ്വകാര്യ വിദേശ ഭാഷാ റേഡിയോ ആണ് 98.4 FM. വിഷ്കൈനീട്ടമായി മലയാളികൾക്കായി നൽകിയ ഈ 98.4 FM ഇതിന്റെ അമരക്കാരൻ മലയാളി ആണ് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. അമ്പലപ്പുഴ സ്വദേശി മനു ചന്ദ്രശേഖരനാണ് ഇതിന്റെ ചുക്കാൻ പിടിക്കുന്നത്. മരുഭൂമിയിൽ പൂത്ത പൂക്കാലമാകാം ഇത്. മഴ കാത്തിരുന്ന വേഴാമ്പലിനെ പോലെ കുവൈറ്റ് മലയാളികളിലെ സാധാരണക്കാരിൽ സാധാരണക്കാരൻ പോലും ഇന്ന് സന്തോഷത്തിലാണ്. ജോലി ഭാരങ്ങളാലും ഗൃഹാതുര ചിന്തകളാലും മാനസിക പിരിമുറുക്കങ്ങൾ അനുഭവിച്ചിരുന്ന അവർക്ക് ഒരു അനുഗ്രഹമായി 98.4 FM എന്ന കുവൈറ്റിലെ ആദ്യ വിദേശ FM റേഡിയോ മലയാള ഭാഷയിലാണ് പ്രക്ഷേപണം ആരംഭിച്ചിരിക്കുന്നത്. ഓർക്കാൻ പുതുമഴ ചിന്നിച്ചിമ്മാൻ ആട്ടവും പാട്ടും പാടി കൂടെ കൂടാ ഈ മരുഭൂവിൽ ഇനിയെന്നും നിന്നൊപ്പം ഒരു കൂട്ടായിടാം. ഈ മരുഭൂവിൽ ഇനിയെന്നും നിന്നൊപ്പം ഒരു കൂട്ടായിടാം. ഏപ്രിൽ 14 വിഷുദിനത്തിലെ കൈനീട്ടമായി എത്തിയ ഈ ഐശ്വര്യം ഓരോ മലയാളിയും ആഘോഷമാക്കിയിരിക്കുന്നു എന്നതിന് തെളിവാണ് ഉദ്ഘാടന പ്രക്ഷേപണം ആരംഭിച്ച ആദ്യ ദിവസം തന്നെ 35,000-ലധികം SMS-കൾ ലഭിച്ചത്. ഗാർഹിക ജോലിക്കാരും ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന ഉന്നത ഉദ്യോഗസ്ഥരുമടക്കം എല്ലാവർക്കും ഇപ്പോൾ സംസാരിക്കാൻ ഒരേ വിഷയം മാത്രമേ ഉള്ളൂ. ചന്ദ്രനിലായാലും എവിടെയും മലയാളിയാണ് ആദ്യം എത്തിയിരിക്കുക എന്നതുപോലെ മലയാളിക്ക് മാത്രമേ ഇത് സാധ്യമാകൂ എന്ന് വടക്കേ ഇന്ത്യക്കാരന്റെ അസൂയ കലർന്ന കമന്റിനെ കുവൈറ്റിലെ ഓരോ മലയാളിയും അഭിമാനത്തോടെ സ്വീകരിക്കുകയാണ്. കൂടെ ജോലി ചെയ്യുന്ന ബോംബെക്കാരനോടും ഡൽഹിക്കാരനോടുമൊക്കെ അവർ അഭിമാനത്തോടെ പറയുന്നു, അതെ, ഞങ്ങൾ തന്നെയാണ് കുവൈറ്റിലെ ഭൂരിപക്ഷം വരുന്ന വിദേശി സമൂഹം. ഞങ്ങളുടെ ഭാഷയാണ് പുതിയ റേഡിയോ സംസാരിക്കുന്നത്. പ്രക്ഷേപണ ഭാഷ മലയാളമാണെങ്കിലും തമിഴനും ഹിന്ദിക്കാരനുമൊക്കെ ആശ്വാസമായി നിരവധി ഇതര ഭാഷാ ഗാനങ്ങളും റേഡിയോയിലൂടെ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. ആ സൗമനസ്യം മലയാളി മാത്രമേ കാണിക്കൂ എന്നും ചിലർ ഫേസ്ബുക്ക് പേജുകളിലൂടെ പരസ്യമായി പറയുന്ന രഹസ്യമാണ്. 98.4 FM എന്ന ഈ റേഡിയോയുടെ അമരക്കാരനും അമ്പലപ്പുഴക്കാരനുമായ മനു ചന്ദ്രശേഖർ എന്ന ചെറുപ്പക്കാരനാണ്. കുവൈറ്റിൽ ആദ്യമായി ഒരു മലയാളം FM സ്റ്റേഷൻ എന്ന സ്വപ്നം യാഥാർത്ഥ്യമായതിന്റെ സന്തോഷത്തിലാണ് മനുവും. കുവൈറ്റിലെ ആദ്യത്തെ വിദേശ FM റേഡിയോ സ്റ്റേഷൻ 98.4 UFMന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ, പിന്നിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ ഒരു മലയാളി എന്ന നിലയിൽ എനിക്ക് അഭിമാനമുണ്ട്. മറ്റ് മലയാളം FM റേഡിയോ സ്റ്റേഷനുകളെ കമ്പയർ ചെയ്യുമ്പോൾ UFMനുള്ള പ്രത്യേകത എന്ന് പറയുന്നത് വാർത്തകൾക്കും വാർത്താധിഷ്ഠിത പരിപാടികൾക്കും ഞങ്ങൾ മുൻതൂക്കം നൽകുന്നു എന്നുള്ളതാണ്. ഇന്ത്യൻ മാധ്യമ രംഗത്ത് കഴിവ് തെളിയിച്ച പ്രതിഭാധനരായ ഒരുപറ്റം ആൾക്കാർ UFMന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. And I am proud to say each and everyone is handpicked. 16 മാസങ്ങളുടെ കഠിന പരിശ്രമവും ഉറക്കമില്ലാത്ത രാത്രികൾക്കും വിരാമമിട്ട് വിഷുദിനത്തിൽ ഇത് യാഥാർത്ഥ്യമായപ്പോൾ കഴിഞ്ഞ 1.5 വർഷത്തോളം ഇതിനായി മനുവിനൊപ്പം പ്രവർത്തിച്ച സാങ്കേതിക വിദഗ്ധരും അവതാരകരും അടക്കമുള്ളവർ സന്തോഷം കൊണ്ട് പൊട്ടിക്കരഞ്ഞു എന്നത് കാണുമ്പോൾ തന്നെ അവർ അനുഭവിച്ച സമ്മർദ്ദങ്ങൾ ആർക്കും മനസ്സിലാകും. പ്രത്യേകിച്ച് യാതൊരു അഭിമുഖവുമില്ലാതെ നേരിട്ട മനു തെരഞ്ഞെടുത്ത അവതാരകൻ കുവൈറ്റിന്റെ അന്തരീക്ഷത്തിലൂടെ മലയാളി മനസ്സുകളിൽ ചേക്കേറിയിരിക്കുന്നു എന്നത് ഈ ചെറുപ്പക്കാരന്റെ ദീർഘവീക്ഷണത്തിന്റെ തെളിവാണ്. ഇതിനെല്ലാം അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണയുമായി മറ്റൊരു മലയാളിയും ഉണ്ടായിരുന്നു. ലോകത്തിലെ തന്നെ പ്രമുഖ കമ്പനിയായ യുണൈറ്റ് നെറ്റ്വർക്സിന്റെ ഫിനാൻസ് ഡയറക്ടർ ഫിലിപ്പ് മോഹൻ. ഈ ഒരു പ്രോജക്റ്റ് യാഥാർത്ഥ്യമാക്കിയതിൽ യുണൈറ്റഡ് നെറ്റ്വർക്സിന്റെ ഡയറക്ടർ ഓഫ് ഫിനാൻഷ്യൽ കൺട്രോൾ മിസ്റ്റർ ഫിലിപ്പ് മോഹൻ വഹിച്ച പങ്ക് എടുത്തു പറയേണ്ടതാണ്. ഞങ്ങൾ പ്രത്യേകിച്ച് ഇന്റർവ്യൂ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടത്തിയിട്ടല്ല ഇവരെ ആരെയും സെലക്ട് ചെയ്തിരിക്കുന്നത്. കുവൈറ്റിലെ മലയാളി സമൂഹത്തിൽ നിന്നും മലയാളി ശ്രോതാക്കളിൽ നിന്നും വളരെ ആവേശത്തോടെയുള്ള പ്രതികരണമാണ് ഞങ്ങൾക്ക് ഈ തുടങ്ങിയ വേളയിൽ തന്നെ ലഭിച്ചിരിക്കുന്നത്. വാർത്തകൾക്ക് ഇത്ര പ്രാധാന്യം കൊടുക്കുന്ന മറ്റൊരു ഇന്ത്യൻ റേഡിയോയും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും ഇവരുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും കേൾക്കുമ്പോൾ.
കേരളത്തിലെ മാധ്യമരംഗത്ത് 16 വർഷത്തോളമായി പ്രവർത്തിക്കുന്ന മികച്ച റിപ്പോർട്ടിനുള്ള ആദ്യത്തെ സംസ്ഥാന അവാർഡ് ജേതാവ് കൂടിയായ PS സനിലാണ് വാർത്താവിഭാഗം തലവൻ. കൂടാതെ കേരളത്തിലെ മാധ്യമപ്രവർത്തന മേഖലയിൽ യുവരക്തങ്ങളായ PR പ്രവാനും ഫിറോസ് അലി മുഹമ്മദും ചേർന്ന് ഇന്ത്യയിലെയും കുവൈറ്റിലെയും വാർത്തകൾ ഓരോ മണിക്കൂറിലും ശ്രോതാക്കൾക്കായി എത്തിക്കുന്നു. FM റേഡിയോയിലൂടെ പ്രശസ്തരായ മെലീനയും ലാവണ്യയും ടെലിവിഷൻ താരങ്ങളായ അമനും സ്വപ്നയും ഇവർക്കൊപ്പമുണ്ട്. നിരവധി പുസ്തകങ്ങളുടെയും ചലച്ചിത്ര ഗാനങ്ങളുടെയും രചയിതാവും ദേശീയ അവാർഡ് ജേതാവുമായ ജോയ് ശ്രീധർ ക്രിയേറ്റീവ് ഹെഡായി പ്രവർത്തിക്കുന്നു. ജീവൻ ടിവിയിലെ ശുഭരാത്രിയിലൂടെ പ്രശസ്തനായ ഉദയകുമാർ മികച്ച മെലഡികളുമായി മലയാളികളിലേക്ക് എത്തുന്നുണ്ട്. വാഹനങ്ങളിലും വീടുകളിലും ഓഫീസുകളിലുമൊക്കെ 98.4 FM നിറയുമ്പോൾ ശ്രോതാക്കൾക്കായി ഇന്ത്യയിലെ പ്രമുഖ താരങ്ങളെയൊക്കെ ഉൾപ്പെടുത്തിയുള്ള ഒരു മെഗാ ലോഞ്ചിങ്ങിന്റെ തിരക്കിലാണ് ഇന്ന് മനുവും ഫിലിപ്പ് മോഹനും അടങ്ങുന്ന സംഘം.